ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന ഓരോ വാക്കും ഈ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. പിന്നെ കഥ കേൾക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ സമയം ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ മിഡ് നൈറ്റ് ഹിച്ച് ഹൈക്കർ, പാതിരാത്രിയിലെ യാത്രക്കാരി. മിഡ് നൈറ്റ് എന്ന് വെച്ചാൽ അർദ്ധരാത്രി അല്ലെങ്കിൽ പാതിരാവ്. ഹിച്ച് ഹൈക്കർ എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ പോകുന്ന വണ്ടിയൊക്കെ കൈ കാണിച്ച് അതിൽ കയറി യാത്ര ചെയ്യുന്ന ആളെയാണ് പറയുന്നത്, അതായത് ലിഫ്റ്റ് ചോദിക്കുന്ന ആൾ. ഈ കഥയിൽ ലിഫ്റ്റ് ചോദിക്കുന്ന ആളൊരു സ്ത്രീയാണ്. ദ മിഡ് നൈറ്റ് ഹിച്ച് ഹൈക്കർ, പാതിരാത്രിയിലെ യാത്രക്കാരി. മാധവൻ വാസ് റഷിംഗ് ഹോം ഓൺ ഹിസ് ഓൾഡ് ബൈസിക്കിൾ ആഫ്റ്റർ എ ലേറ്റ് നൈറ്റ് മൂവി ഇൻ ടൗൺ. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ് ആൻഡ് ദ മൂൺലൈറ്റ് ബെയർലി ടച്ച് ദ ഗ്രൗണ്ട്. പട്ടണത്തിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മാധവൻ തൻ്റെ പഴയ സൈക്കിളിൽ വീട്ടിലേക്ക് വേഗത്തിൽ പോവുകയായിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇടതൂർന്ന റബ്ബർ തോട്ടങ്ങളായിരുന്നു. ചന്ദ്രപ്രകാശം പോലും മണ്ണിൽ തൊടാൻ പ്രയാസപ്പെടുന്നത്ര ഇരുട്ടും നിശബ്ദതയും അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മാധവൻ വാസ് റഷിംഗ് ഹോം. റഷിംഗ് എന്ന് വെച്ചാൽ ധൃതിയിൽ പോവുക അല്ലെങ്കിൽ അതിവേഗം നീങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. ഹോം വീട്. മാധവൻ വാസ് യൂസ് ചെയ്തിട്ടുള്ളത് ആയിരുന്നു എന്ന് പറയാനായിട്ടാണ്. മാധവൻ വാസ് റഷിംഗ് ഹോം. മാധവൻ വീട്ടിലേക്ക് വേഗത്തിൽ പോവുകയായിരുന്നു. എന്തിലാണ് പോകുന്നത്? ഓൺ ഹിസ് ഓൾഡ് ബൈസിക്കിൾ. ഓൾഡ് പഴയ, ബൈസിക്കിൾ സൈക്കിൾ. ഓൺ ഹിസ് ഓൾഡ് ബൈസിക്കിൾ, തൻ്റെ പഴയ സൈക്കിളിൽ. എപ്പോഴാണ് പോകുന്നത്? ആഫ്റ്റർ എ ലേറ്റ് നൈറ്റ് മൂവി. ആഫ്റ്റർ ശേഷം, ലേറ്റ് നൈറ്റ് രാത്രി വൈകി, മൂവി സിനിമ. ആഫ്റ്റർ എ ലേറ്റ് നൈറ്റ് മൂവി, രാത്രി വൈകിയുള്ള സിനിമയ്ക്ക് ശേഷം. അതായത് നമ്മുടെ നാട്ടിലെ രീതി പറഞ്ഞ സെക്കൻഡ് ഷോ കഴിഞ്ഞ്. അതെവിടെയായിരുന്നു? ഇൻ ടൗൺ, ടൗണിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ. മാധവൻ വാസ് റഷിംഗ് ഹോം ഓൺ ഹിസ് ഓൾഡ് ബൈസിക്കിൾ ആഫ്റ്റർ എ ലേറ്റ് നൈറ്റ് മൂവി ഇൻ ടൗൺ. പട്ടണത്തിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മാധവൻ തൻ്റെ പഴയ സൈക്കിളിൽ വീട്ടിലേക്ക് വേഗത്തിൽ പോവുകയായിരുന്നു. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ്. ദ റോഡ്, ആ റോഡ് അല്ലെങ്കിൽ വഴി. ഫ്ലാങ്ക്ഡ് എന്ന് വെച്ചാൽ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ട് വശവും ചേർന്ന് നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. തിക്ക് ഇടതൂർന്ന അല്ലെങ്കിൽ കട്ടിയുള്ള. പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇടതൂർന്ന റബ്ബർ തോട്ടങ്ങളായിരുന്നു. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ്. റോഡിന് ഇരുവശങ്ങളിലും ഇടതൂർന്ന റബ്ബർ തോട്ടങ്ങളായിരുന്നു. ആൻഡ് ദ മൂൺലൈറ്റ് ബെയർലി ടച്ച് ദ ഗ്രൗണ്ട്. മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്രകാശം അല്ലെങ്കിൽ നിലാവ്. ബെയർലി എന്ന് വെച്ചാൽ കഷ്ടിച്ച് മാത്രം അല്ലെങ്കിൽ ഏതാണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ. ടച്ച്ഡ് തൊട്ടു അല്ലെങ്കിൽ സ്പർശിച്ചു. ദ ഗ്രൗണ്ട് നിലം അല്ലെങ്കിൽ മണ്ണ്. ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നിലം അല്ലെങ്കിൽ മണ്ണ്. ദ മൂൺലൈറ്റ് ബെയർലി ടച്ച് ദ ഗ്രൗണ്ട്. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ് ആൻഡ് ദ മൂൺലൈറ്റ് ബെയർലി ടച്ച് ദ ഗ്രൗണ്ട്. നിലാവ് അല്ലെങ്കിൽ ചന്ദ്രപ്രകാശം കഷ്ടിച്ച് നിലത്ത് തട്ടി. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ് ആൻഡ് ദ മൂൺലൈറ്റ് ബെയർലി ടച്ച് ദ ഗ്രൗണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇടതൂർന്ന റബ്ബർ തോട്ടങ്ങളായിരുന്നു. ചന്ദ്രപ്രകാശം അല്ലെങ്കിൽ നിലാവ് പോലും മണ്ണിൽ തൊടാൻ പ്രയാസപ്പെട്ടിരുന്നു. മാധവൻ വാസ് റഷിംഗ് ഹോം ഓൺ ഹിസ് ഓൾഡ് ബൈസിക്കിൾ ആഫ്റ്റർ എ ലേറ്റ് നൈറ്റ് മൂവി ഇൻ ടൗൺ. ദ റോഡ് വാസ് ഫ്ലാങ്ക്ഡ് ബൈ തിക്ക് റബ്ബർ പ്ലാന്റേഷൻസ് ആൻഡ് ദ മൂൺലൈറ്റ് ബെയർലി ടച്ച് ദ ഗ്രൗണ്ട്. പട്ടണത്തിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മാധവൻ തൻ്റെ പഴയ സൈക്കിളിൽ വീട്ടിലേക്ക് വേഗത്തിൽ പോവുകയായിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇടതൂർന്ന റബ്ബർ തോട്ടങ്ങളായിരുന്നു. നിലാവ് പോലും മണ്ണിൽ തൊടാൻ പ്രയാസപ്പെടുന്നത്ര ഇരുട്ടും നിശബ്ദതയും അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ആസ് ഹി അപ്രോച്ച്ഡ് ദി ഓൾഡ് ബനിയാൻ ട്രീ ജംഗ്ഷൻ ഹി സോ എ ഫിഗർ ഡ്രസ്ഡ് ഇൻ വൈറ്റ് സ്റ്റാൻഡിംഗ് ബൈ ദ റോഡ്. അയാൾ ആ പഴയ ആൽമരക്കവലയ്ക്കടുത്തെത്തിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ റോഡരികിൽ നിൽക്കുന്നത് കണ്ടു. ആസ് ഹി അപ്രോച്ച്ഡ്, ആസ് അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്. അപ്രോച്ച് എന്ന് വെച്ചാൽ അടുത്തേക്ക് ചെല്ലുക, സമീപത്തെത്തുക, അരികിലെത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ആസ് ഹി അപ്രോച്ച്ഡ്,
അയാൾ അടുത്തേക്ക് എത്തിയപ്പോൾ. ദി ഓൾഡ് ബനിയൻ ട്രീ ജംഗ്ഷൻ. ഓൾഡ് പഴയ, ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ പേരാൽ അല്ലെങ്കിൽ ആൽമരം, ജംഗ്ഷൻ കവല. ദി ഓൾഡ് ബനിയൻ ട്രീ ജംഗ്ഷൻ അതായത് പഴയ ആൽമരം നിൽക്കുന്ന ജംഗ്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ഹി അപ്രോച്ച്ഡ് ദി ഓൾഡ് ബനിയൻ ട്രീ ജംഗ്ഷൻ, അയാൾ ആ പഴയ ആൽമരക്കവലയ്ക്കടുത്തെത്തിയപ്പോൾ. ഹീ സോ, സീ എന്ന് പറഞ്ഞാൽ കാണുക, അതിൻ്റെ പാസ്റ്റാണ് സോ, കണ്ടു. ഹീ സോ, അവൻ കണ്ടു. എന്താ കണ്ടത്? എ ഫിഗർ ഡ്രസ്ഡ് ഇൻ വൈറ്റ്. എ ഫിഗർ എന്ന് വെച്ചാൽ ഒരു രൂപം. ഇവിടെ ഒരാളുടെ രൂപം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രസ്ഡ് ഇൻ വൈറ്റ് അതായത് വൈറ്റ് ഡ്രസ്സ് ധരിച്ച അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച. സ്റ്റാൻഡിങ് ബൈ ദ റോഡ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. സ്റ്റാൻഡിങ് ബൈ ദ റോഡ്, റോഡ് അരികിൽ നിൽക്കുന്നതായി. ഹീ സോ എ ഫിഗർ ഡ്രസ്ഡ് ഇൻ വൈറ്റ് സ്റ്റാൻഡിങ് ബൈ ദ റോഡ്. വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ റോഡരികിൽ നിൽക്കുന്നത് അവൻ കണ്ടു. ആസ് ഹി അപ്രോച്ച്ഡ് ദി ഓൾഡ് ബനിയൻ ട്രീ ജംഗ്ഷൻ ഹീ സോ എ ഫിഗർ ഡ്രസ്ഡ് ഇൻ വൈറ്റ് സ്റ്റാൻഡിങ് ബൈ ദ റോഡ്. അയാൾ ആ പഴയ ആൽമരക്കവലയ്ക്കടുത്ത് എത്തിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ റോഡരികിൽ നിൽക്കുന്നത് കണ്ടു. തിങ്കിങ് ഇറ്റ് വാസ് എ നെയ്ബർ ഹി സ്ലോ ഡൗൺ. ഇറ്റ് വാസ് എ യങ് വുമൻ. കുഡ് യു ഗീവ് മി എ ലിഫ്റ്റ് ടു ദ ബ്രിഡ്ജ്? ഷീ ആസ്ക്ഡ് ഇൻ എ ലോ സ്വീറ്റ് വോയിസ്. മാധവൻ അഗ്രീഡ്. അതൊരു അയൽക്കാരനാണെന്ന് കരുതി അയാൾ വണ്ടിയുടെ വേഗത കുറച്ചു. അതൊരു യുവതിയായിരുന്നു. എന്നെ ആ പാലം വരെ ഒന്ന് കൊണ്ടുവിടാമോ എന്നവൾ താഴ്ന്ന മധുരമായ ശബ്ദത്തിൽ ചോദിച്ചു. മാധവൻ അത് സമ്മതിച്ചു. തിങ്കിങ് ഇറ്റ് വാസ് എ നെയ്ബർ. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ കരുതുക. തിങ്കിങ് കരുതി അല്ലെങ്കിൽ വിചാരിച്ച്. നെയ്ബർ അയൽക്കാരൻ അല്ലെങ്കിൽ അയൽവാസി. തിങ്കിങ് ഇറ്റ് വാസ് എ നെയ്ബർ, അതൊരു അയൽക്കാരനാണെന്ന് കരുതി. ഹീ സ്ലോ ഡൗൺ. സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ വേഗത കുറച്ചു. അതായത് ഒരു വാഹനം ഓടിക്കുമ്പോഴോ ഓടുമ്പോഴോ വേഗത കുറയ്ക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഹീ സ്ലോ ഡൗൺ, അവൻ വേഗത കുറച്ചു. ഇറ്റ് വാസ് എ യങ് വുമൻ. ഇറ്റ് വാസ് അതായിരുന്നു. എ യങ് ഒരു യുവതിയായ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ. വുമൻ സ്ത്രീ. ഇറ്റ് വാസ് എ യങ് വുമൻ, അതൊരു യുവതിയായിരുന്നു. കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് ടു ദ ബ്രിഡ്ജ്? കുഡ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുമോ? മര്യാദയോടെയുള്ളൊരു ചോദ്യമാണിത്. ക്യാൻ വെച്ച് നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മര്യാദയോടെ നമുക്ക് ചോദിക്കാൻ പറ്റും കുഡ് യൂസ് ചെയ്തിട്ട് ചോദിക്കുന്ന സമയത്ത്. ക്യാനിനെയും കുഡിനെയും കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഗിവ് കൊടുക്കുക, നൽകുക, തരിക, ഇതൊക്കെയാണ് അർത്ഥം. കുഡ് യു ഗിവ് മീ എനിക്ക് തരാമോ? എ ലിഫ്റ്റ്. ലിഫ്റ്റ് അതായത് മറ്റൊരാളുടെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുക, ഇതിനാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് എനിക്കൊരു ലിഫ്റ്റ് തരാമോ? എവിടെ വരെയാണ്? ടു ദ ബ്രിഡ്ജ്. ടു വരെ, ദ ബ്രിഡ്ജ് ബ്രിഡ്ജ് വരെ അല്ലെങ്കിൽ പാലം വരെ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം. കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് ടു ദ ബ്രിഡ്ജ് എന്നെ ആ പാലം വരെ ഒന്ന് കൊണ്ടുവിടാമോ, അല്ലെങ്കിൽ ആ പാലം വരെ എനിക്കൊരു ലിഫ്റ്റ് തരാമോ? ഷീ ആസ്ക്ഡ് ഇൻ എ ലോ സ്വീറ്റ് വോയിസ്. ഷീ ആസ്ക്ഡ്, ആസ്ക് ചോദിക്കുക. ഷീ ആസ്ക്ഡ് അവൾ ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചത്? ഇൻ എ ലോ സ്വീറ്റ് വോയിസ്. ലോ താഴ്ന്ന അല്ലെങ്കിൽ ശബ്ദം കുറഞ്ഞ, സ്വീറ്റ് മധുരമായ, വോയിസ് ശബ്ദം. ഇൻ എ ലോ സ്വീറ്റ് വോയിസ് താഴ്ന്ന മധുരമായ ശബ്ദത്തിൽ. ഷീ ആസ്ക്ഡ് ഇൻ എ ലോ സ്വീറ്റ് വോയിസ് അവൾ താഴ്ന്ന മധുരമായ ശബ്ദത്തിൽ ചോദിച്ചു. മാധവൻ അഗ്രീഡ്. അഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. മാധവൻ അഗ്രീഡ്, മാധവൻ അത് സമ്മതിച്ചു. തിങ്കിങ് ഇറ്റ് വാസ് എ നെയ്ബർ ഹീ സ്ലോ ഡൗൺ. ഇറ്റ് വാസ് എ യങ് വുമൻ. കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് ടു ദ ബ്രിഡ്ജ്? ഷീ ആസ്ക്ഡ് ഇൻ എ ലോ സ്വീറ്റ് വോയിസ്. മാധവൻ അഗ്രീഡ്. അതൊരു അയൽക്കാരനാണെന്ന് കരുതി അയാൾ വണ്ടിയുടെ വേഗത കുറച്ചു. എന്നെ ആ പാലം വരെ ഒന്ന് കൊണ്ടുവിടാമോ എന്നവൾ താഴ്ന്ന മധുരമായ ശബ്ദത്തിൽ ചോദിച്ചു. മാധവൻ അത് സമ്മതിച്ചു. ആസ് ഷീ സാറ്റ് ഓൺ ദ കാരിയർ he felt an intense chill and the cycle became unusually heavy. He tried to make small talk, but she remained silent. അവൾ കാരിയറിൽ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ പിന്നിലിരുന്നപ്പോൾ അവന് കഠിനമായൊരു തണുപ്പ് അനുഭവപ്പെട്ടു. കൂടാതെ സൈക്കിൾ സാധാരണയേക്കാൾ കൂടുതൽ ഭാരമുള്ളതായി മാറി. അവൻ കുശലാന്വേഷണങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അവൾ നിശബ്ദത പാലിച്ചു. ആസ് ഷീ സാറ്റ്, ആസ്
അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അതിൻ്റെ പാസ്റ്റാണ് സാറ്റ്, ഇരുന്നു. ആസ് ഷീ സാറ്റ്, അവൾ ഇരുന്നപ്പോൾ. എവിടെയാണ് ഇരുന്നത്? ഓൺ ദ കാരിയർ. കാരിയർ എന്ന് വെച്ചാൽ ഇവിടെ സൈക്കിളിൻ്റെ പിന്നിലെ സീറ്റിനെയാണ് പറയുന്നത്. ഓൺ ദ കാരിയർ, സൈക്കിളിൻ്റെ കാരിയറിൽ അല്ലെങ്കിൽ പിന്നിലെ സീറ്റിൽ. ആസ് ഷീ സാറ്റ് ഓൺ ദ കാരിയർ, അവൾ സൈക്കിളിൻ്റെ പിന്നിലെ സീറ്റിൽ ഇരുന്നപ്പോൾ. ഹീ ഫെൽറ്റ് ആൻ ഇൻറ്റൻസ് ചിൽ. ഹീ ഫെൽറ്റ്, ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക അല്ലെങ്കിൽ അനുഭവപ്പെടുക. അതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്, തോന്നി അല്ലെങ്കിൽ അനുഭവപ്പെട്ടു. ഹീ ഫെൽറ്റ്, അവന് അനുഭവപ്പെട്ടു അല്ലെങ്കിൽ അവന് തോന്നി. എന്താ തോന്നിയത്? ആൻ ഇൻറ്റൻസ് ചിൽ. ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കഠിനമായ അല്ലെങ്കിൽ ശക്തിയേറിയ. ചിൽ, തണുപ്പ് അല്ലെങ്കിൽ വിറയൽ. ആൻ ഇൻറ്റൻസ് ചിൽ, കഠിനമായ ഒരു തണുപ്പ് അല്ലെങ്കിൽ വിറയൽ. ഹീ ഫെൽറ്റ് ആൻ ഇൻറ്റൻസ് ചിൽ, അവന് കഠിനമായൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ആൻഡ് ദ സൈക്കിൾ ബിക്കെയിം അൺയൂഷ്വലി ഹെവി. ആൻഡ് ദ സൈക്കിൾ, കൂടാതെ സൈക്കിൾ, ബിക്കെയിം, ആയിത്തീർന്നു. അൺയൂഷ്വലി ഹെവി. അൺയൂഷ്വലി എന്ന് വെച്ചാൽ അസാധാരണമായി. ഹെവി, ഭാരമുള്ള. അൺയൂഷ്വലി ഹെവി, അസാധാരണമായ ഭാരമുള്ളത്. ദ സൈക്കിൾ ബിക്കെയിം അൺയൂഷ്വലി ഹെവി, സൈക്കിൾ സാധാരണയേക്കാൾ കൂടുതൽ ഭാരമുള്ളതായി മാറി. ഹീ ട്രൈഡ് ടു മേക്ക് സ്മോൾ ടോക്ക് ബട്ട് ഷീ റിമെയിൻഡ് സൈലൻറ്റ്. ഹീ ട്രൈഡ് ടു മേക്ക് സ്മോൾ ടോക്ക്. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. ഹീ ട്രൈഡ്, അവൻ ശ്രമിച്ചു. എന്തിനാ ശ്രമിച്ചത്? ടു മേക്ക് സ്മോൾ ടോക്ക്. സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ കുശലാന്വേഷണം അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടു മേക്ക് സ്മോൾ ടോക്ക്. ടു മേക്ക് സ്മോൾ ടോക്ക് എന്ന് വെച്ചാൽ കുശലാന്വേഷണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കാൻ. ഹി ട്രൈഡ് ടു മേക്ക് സ്മോൾ ടോക്ക്. അവൻ കുശലാന്വേഷണങ്ങൾ നടത്താൻ ശ്രമിച്ചു. ബട്ട് ഷീ റിമെയിൻഡ് സൈലൻറ്റ്. ബട്ട്, പക്ഷേ. ബട്ട് ഷീ, പക്ഷേ അവൾ. റിമെയിൻഡ്. റിമെയിൻഡ് എന്ന് വെച്ചാൽ തുടർന്നു അല്ലെങ്കിൽ നിലകൊണ്ടു. സൈലൻറ്റ്, നിശബ്ദത അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ റിമെയിൻഡ് സൈലൻറ്റ് എന്ന് വെച്ചാൽ മിണ്ടാതിരുന്നു അല്ലെങ്കിൽ മൗനം പാലിച്ചു. ബട്ട് ഷീ റിമെയിൻഡ് സൈലൻറ്റ്, പക്ഷേ അവൾ നിശബ്ദത പാലിച്ചു. ആസ് ഷീ സാറ്റ് ഓൺ ദ കാരിയർ ഹീ ഫെൽറ്റ് ആൻ ഇൻറ്റൻസ് ചിൽ ആൻഡ് ദ സൈക്കിൾ ബിക്കെയിം അൺയൂഷ്വലി ഹെവി. ഹീ ട്രൈഡ് ടു മേക്ക് സ്മോൾ ടോക്ക് ബട്ട് ഷീ റിമെയിൻഡ് സൈലൻറ്റ്. അവൾ കാരിയറിൽ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ പിന്നിലിരുന്നപ്പോൾ അവന് കഠിനമായൊരു തണുപ്പ് അനുഭവപ്പെട്ടു. കൂടാതെ സൈക്കിൾ സാധാരണയേക്കാൾ കൂടുതൽ ഭാരമുള്ളതായി മാറി. അവൻ കുശലാന്വേഷണങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അവൾ നിശബ്ദത പാലിച്ചു. വെൻ ദേ റീച്ച്ഡ് ദ ബ്രിഡ്ജ് ഹീ സ്റ്റോപ്ഡ്. വി ആർ ഹിയർ, ഹീ സെഡ്. ദെയർ വാസ് നോ റിപ്ലൈ. ഹീ ലുക്ക് ബാക്ക്. ദ സീറ്റ് വാസ് എംപ്റ്റി. അവർ പാലത്തിലെത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി. നമ്മൾ ഇവിടെ എത്തി, അവൻ പറഞ്ഞു. മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞു നോക്കി. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. വെൻ ദേ റീച്ച്ഡ് ദ ബ്രിഡ്ജ്. വെൻ, അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്. ദേ, അവർ. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക. വെൻ ദേ റീച്ച്ഡ്, അവർ എത്തിയപ്പോൾ. എവിടെ എത്തിയപ്പോൾ? ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിൽ, പാലത്തിൽ. വെൻ ദേ റീച്ച്ഡ് ദ ബ്രിഡ്ജ്, അവർ ബ്രിഡ്ജിലെത്തിയപ്പോൾ അല്ലെങ്കിൽ പാലത്തിലെത്തിയപ്പോൾ. ഹീ സ്റ്റോപ്ഡ്, അവൻ സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ അവൻ നിർത്തി. ഹീ സ്റ്റോപ്ഡ്. വി ആർ ഹിയർ, നമ്മൾ ഇവിടെ എത്തി. ഹീ സെഡ്, സെഡ് പറഞ്ഞു. ഹീ സെഡ്, അവൻ പറഞ്ഞു. ദെയർ വാസ് നോ റിപ്ലൈ. റിപ്ലൈ മറുപടി. ദെയർ വാസ് നോ റിപ്ലൈ, മറുപടി ഉണ്ടായിരുന്നില്ല. ഹീ ലുക്ക് ബാക്ക്. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക. ലുക്ക് ബാക്ക്, പുറകിലേക്ക് നോക്കി. ഹീ ലുക്ക് ബാക്ക്, അവൻ പുറകിലേക്ക് നോക്കി. ദ സീറ്റ് വാസ് എംപ്റ്റി. എംപ്റ്റി എന്ന് പറഞ്ഞാൽ ശൂന്യം അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന, ഒന്നുമില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. വാസ് എംപ്റ്റി, ശൂന്യമായിരുന്നു അല്ലെങ്കിൽ ആരുമുണ്ടായിരുന്നില്ല. ദ സീറ്റ് വാസ് എംപ്റ്റി, സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അല്ലെങ്കിൽ ആരുമുണ്ടായിരുന്നില്ല. വെൻ ദേ റീച്ച്ഡ് ദ ബ്രിഡ്ജ് ഹീ സ്റ്റോപ്ഡ്. വി ആർ ഹിയർ, ഹീ സെഡ്. ദെയർ വാസ് നോ റിപ്ലൈ. ഹീ ലുക്ക് ബാക്ക്. ദ സീറ്റ് വാസ് എംപ്റ്റി. അവർ പാലത്തിലെത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി. നമ്മൾ ഇവിടെ എത്തി, അവൻ പറഞ്ഞു. മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞു നോക്കി. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഓൺ ദ കാരിയർ ലേ എ സിംഗിൾ ഫ്രഷ് പാലപ്പൂവ്. ഇറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് സെൻറ്റ് ഫില്ലിംഗ് ദി എയർ. മാധവൻ ഡിഡ്ന്റ് ലുക്ക് ബാക്ക് അഗെയിൻ.
He pedaled faster than he ever had in his life. കാരിയറിൽ വാടാത്ത ഒരൊറ്റ പാലപ്പൂവ് കിടന്നിരുന്നു. അതിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം അന്തരീക്ഷമാകെ നിറഞ്ഞു. മാധവൻ പിന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചവിട്ടിയിട്ടില്ലാത്ത അത്രയും വേഗത്തിൽ അവൻ സൈക്കിൾ ചവിട്ടി പാഞ്ഞു. ഓൺ ദ കാരിയർ ലേ എ സിംഗിൾ ഫ്രഷ് പാലപ്പൂവ്. ഓൺ ദ കാരിയർ, കാരിയറിന് മുകളിൽ. ലേ എന്ന് പറഞ്ഞാൽ കിടന്നിരുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുകയായിരുന്നു, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ പലപ്പോഴും തെറ്റുപറ്റുന്നൊരു കാര്യമാണ്. ലൈ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം കിടക്കുന്നതാണ്, എന്നാൽ ലേ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരിടത്ത് വെക്കുന്നതാണ്. ലൈൻ്റെ പാസ്റ്റാണ് ലേ. അ സിംഗിൾ ഫ്രഷ് പാലപ്പൂവ്. സിംഗിൾ ഒരൊറ്റ അല്ലെങ്കിൽ ഒന്ന് മാത്രം. ഫ്രഷ് പുതിയ അല്ലെങ്കിൽ വാടാത്ത. ഓൺ ദ കാരിയർ ലേ എ സിംഗിൾ ഫ്രഷ് പാലപ്പൂവ്. കാരിയറിൽ വാടാത്ത ഒരൊറ്റ പാലപ്പൂവ് കിടന്നിരുന്നു. ഇറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് സെൻറ്റ് ഫില്ലിംഗ് ദി എയർ. ഇൻടോക്സിക്കേറ്റിംഗ് എന്ന് വെച്ചാൽ ലഹരി പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ മയക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. സെൻറ്റ് സുഗന്ധം. ഇൻടോക്സിക്കേറ്റിംഗ് സെൻറ്റ് മയക്കുന്ന അല്ലെങ്കിൽ ലഹരി പിടിപ്പിക്കുന്ന മണം അല്ലെങ്കിൽ സുഗന്ധം. ഫിൽ എന്ന് പറഞ്ഞാൽ നിറയുക അല്ലെങ്കിൽ നിറയ്ക്കുക. ഫില്ലിംഗ് ദി എയർ വായുവിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിറയുന്നു. ഓൺ ദ കാരിയർ ലേ എ സിംഗിൾ ഫ്രഷ് പാലപ്പൂവ്. ഇറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് സെൻറ്റ് ഫില്ലിംഗ് ദി എയർ. കാരിയറിൽ വാടാത്ത ഒരൊറ്റ പാലപ്പൂവ് കിടന്നിരുന്നു. അതിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം അന്തരീക്ഷമാകെ നിറഞ്ഞു. മാധവൻ ഡിഡിൻ ലുക്ക് ബാക്ക് അഗെയിൻ. ഡിഡിൻ ലുക്ക് ബാക്ക്, ലുക്ക് നോക്കുക. ഡിഡിൻ ലുക്ക് ബാക്ക് തിരിഞ്ഞു നോക്കിയില്ല. അഗെയിൻ വീണ്ടും. മാധവൻ ഡിഡിൻ ലുക്ക് ബാക്ക് അഗെയിൻ. മാധവൻ വീണ്ടും തിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിൽ മാധവൻ പിന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഹി പെഡൽഡ് ഫാസ്റ്റർ ദാൻ ഹി എവർ ഹാഡ് ഇൻ ഹിസ് ലൈഫ്. ഹി പെഡൽഡ്. പെഡൽ എന്ന് വെച്ചാൽ ചവിട്ടുക എന്നാണ് അർത്ഥം. പെഡൽഡ് ചവിട്ടി, അതായത് സൈക്കിൾ ചവിട്ടി. ഫാസ്റ്റർ കൂടുതൽ വേഗത്തിൽ. ഫാസ്റ്റർ ദാൻ എവർ എന്നത്തേക്കാളും കൂടുതൽ വേഗത്തിൽ. ഇൻ ഹിസ് ലൈഫ് തൻ്റെ ജീവിതത്തിൽ. ഹി പെഡൽഡ് ഫാസ്റ്റർ ദാൻ ഹി എവർ ഹാഡ് ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചവിട്ടിയിട്ടില്ലാത്ത അത്രയും വേഗത്തിൽ അവൻ സൈക്കിൾ ചവിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെഡൽ എന്ന് പറഞ്ഞാൽ ചവിട്ടുക. അതിൻ്റെ പാസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പെഡൽ ചവിട്ടി. ഇനി അതുപോലെ തന്നെയുള്ളൊരു വാക്കാണ് പെഡലിംഗ്. ഇതിൻ്റെ അർത്ഥം സാധനങ്ങൾ വിൽക്കുക എന്നാണ്. ഇത് രണ്ടും മാറിപ്പോവരുത്. ഓൺ ദ കാരിയർ ലേ എ സിംഗിൾ ഫ്രഷ് പാലപ്പൂവ്. ഇറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് സെൻറ്റ് ഫില്ലിംഗ് ദി എയർ. മാധവൻ ഡിഡിൻ ലുക്ക് ബാക്ക് അഗെയിൻ. ഹി പെഡൽഡ് ഫാസ്റ്റർ ദാൻ ഹി എവർ ഹാഡ് ഇൻ ഹിസ് ലൈഫ്. കാരിയറിൽ വാടാത്ത ഒരൊറ്റ പാലപ്പൂവ് കിടന്നിരുന്നു. അതിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം അന്തരീക്ഷമാകെ നിറഞ്ഞു. മാധവൻ പിന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചവിട്ടിയിട്ടില്ലാത്ത അത്രയും വേഗത്തിൽ അവൻ സൈക്കിൾ ചവിട്ടി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.